ശ്രീ കെ സുരേന്ദ്രൻ പറയുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ പതാക ഉയർത്തിപ്പിടിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, ഞങ്ങൾ ഭാരത് മാതാ കീ ജയ് വിളിക്കും, അതിൽ നിന്നും ഞങ്ങളെ തടയാൻ ആർക്കും സാധിക്കില്ല. എങ്ങനെയാണ് ലീഗ് അവരുടെ പതാക സമാധാനമായി അവിടെ പൊക്കിപ്പിടിക്കുക? അല്ല, ഒരു തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രചരണങ്ങൾ, പലതരത്തിലുള്ള ക്യാമ്പയിൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ അവർക്ക് അവരുടേതായ നിലയിൽ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവരതിന് ഞങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെതായ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഇപ്പോൾ നരേന്ദ്രമോദിയെ കയറി മോദി സൗദാഗർ എന്ന് സോണിയാഗാന്ധി വിളിച്ചില്ലേ? ഞങ്ങൾ അതിനെ പ്രതിരോധിച്ചില്ലേ? ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ കയറി കള്ളനാണ് എന്ന് വിളിച്ചില്ലേ? കഴിഞ്ഞ തവണ ചൗക്കിദാർ ചോറെ എന്ന് വിളിച്ചില്ലേ? അതിനെ പ്രതിരോധിച്ചില്ലേ? ഇലക്ഷൻ കമ്മീഷൻ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, പാകിസ്ഥാനിലെ പാർട്ടിയാണ് നിങ്ങൾ പ്രചരണം നടന്നത്. അതുപോലെയാണോ യുവരാജ് ഗോകുൽ? മര്യാദകളല്ലേ ശുദ്ധ ഒറ്റ വാക്കിൽ? അല്ല, മുസ്ലിം ലീഗ് പാകിസ്ഥാനിലെ പാർട്ടിയാണെന്ന് ഞങ്ങൾ പ്രചരണം നടത്തിയിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു പാകിസ്ഥാനിലെ പാർട്ടിയാണെന്ന് ഞങ്ങൾ പ്രചരണം നടത്തിയിട്ടില്ലല്ലോ. പറഞ്ഞല്ലോ പാകിസ്ഥാനിലെ പാർട്ടിയാണെന്നൊന്നും പാകിസ്ഥാൻ വാക്ക് ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ. അല്ല, പാകിസ്ഥാനിലെ കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമിത്ഷാക്ക് പറയാം. പച്ചക്കൊടി മാത്രമല്ല, പച്ചക്കൊടിയിലെ റാലി കണ്ടാൽ അത് പാകിസ്ഥാനാണോ ഇന്ത്യ തന്നെയാണോ സംശയപ്പെടുന്നു പറയുന്നത് അമിത്ഷായാണ്. നിങ്ങളുടെ ഏതെങ്കിലും താഴെയുള്ള സൈബർ പോരാളിയല്ല. അതെ, അതിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിന്റെ കാരണമുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നിലവിൽ നോക്കൂ, SDP പിന്തുണ അവർ വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് 3 ദിവസം എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ SDP ആർക്കായിരിക്കും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് വലിയ സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ തവണയും അവർ ഇന്ത്യയിൽ മൊത്തത്തിൽ ഏതാണ്ട് 15 സ്ഥലത്ത് മാത്രം എന്താണ് സ്ഥാനാർത്ഥിയെ നിർത്തി. അത് വഴിപാട് പോലെ ചില സ്ഥലങ്ങളിൽ നിർത്തിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ നിൽക്കുന്ന ആൾക്കാർ മുസ്ലിം ലീഗുകാരാണോ, അവിടെ നിൽക്കുന്ന ആൾക്കാർ SDP-കാരാണോ, അവിടെ നിൽക്കുന്ന ആൾക്കാർ ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയാം ഇവരൊക്കെ ആരൊക്കെയാണെന്നുള്ള കാര്യം? ഇവർ പലരുടെ ഭാഗത്ത് നിന്ന് പിന്തുണ സ്വീകരിക്കുന്നുണ്ടെന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അവര് ഒരു സ്ഥലത്തുനിന്ന് ഒളിച്ചോടി മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നു. അവിടെ വരുമ്പോൾ പോലും നോക്കൂ, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിൽ എത്ര സീറ്റുണ്ട്? 28 സീറ്റുണ്ട്. അവിടെ എവിടെ വേണമെങ്കിലും മത്സരിക്കാമായിരുന്നു. തമിഴ്നാട്ടിൽ മത്സരിക്കാമായിരുന്നു. കേരളത്തിൽ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും മത്സരിക്കാമായിരുന്നു. പക്ഷേ സാമുദായികമായ പരിഗണനകളൊക്കെ നോക്കി വളരെ കൃത്യമായിട്ട് അതെ, അത് കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ട് മാത്രമല്ലേ പറയുന്നുള്ളൂ. അവര് ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ, പെട്ടവരാണോ ഇല്ല എന്നുള്ള കാര്യം നമ്മളെങ്ങനെയാണെന്ന് അറിയാം. അമിത്ഷാക്ക് സംശയം തീർച്ചയായിട്ടും നടത്തി. കാരണം ഒരു വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് 3 ദിവസം എടുത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആരുടെയൊക്കെ പിന്തുണ സ്വീകരിക്കുന്നുണ്ട് ഇല്ല നമുക്ക് എങ്ങനെ അറിയാം? കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പ് സമയത്ത് രാജ്ഭവൻ ഉണ്ണിത്താൻ പരസ്യമായിട്ട് ചെന്ന് പോപ്പുലർ ഫ്രണ്ടുകാരോട് SDP-കാരോടൊക്കെ പറയുന്നുണ്ടായിരുന്നില്ലേ, എല്ലാ വോട്ടും ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ കെ സുരേന്ദ്രൻ പറയുന്നു, ഇന്ന് സ്മൃതി ഇറാനി പറയുന്നു ഇത് രാജ്യദ്രോഹമാണ്, രാജ്യദ്രോഹി ടെററിസ്റ്റ് സെപ്പറേറ്റിസ്റ്റ് ഒക്കെ പറയുകയാണ്. SDP നിരോധിക്കാത്ത എന്താണ്? SDP ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് അധികാരമില്ല. കാരണം ഇപ്പോ അതൊരു ടെക്നിക്കൽ ക്ലോസ് മാത്രമാണ്. കാരണം ഹാഷ്മി, ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്നത് അത് ആരും ആയിക്കൊണ്ട് പോകട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ആരും ആയിക്കൊണ്ട് പോട്ടെ, കേന്ദ്രം ഭരിക്കുന്നത് BJP-യോ കോൺഗ്രസോ അല്ലെങ്കിൽ മൂന്നാം മുന്നണി ആരും ആയിക്കൊണ്ട് പോട്ടെ, അവർക്കൊരു സുപ്രഭാതത്തിൽ തോന്നുന്നു ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ അങ്ങ് നിരോധിച്ച് കളഞ്ഞേക്കാം എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ നിരോധിച്ച് കളഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അതൊരു പരിരക്ഷ എല്ലാ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് നിലപാട് BJP-ക്കുണ്ടോ? ഉണ്ട്. എന്നിട്ട് അതിനെ നിരോധിക്കാൻ എന്തെങ്കിലും നീക്കം കേന്ദ്രം നടത്തിയിട്ടുണ്ടോ ഇതുവരെ? അല്ല, അത് കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ രജിസ്ട്രേഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെ ഒരു ടെക്നിക്കലി ഇലക്ഷൻ കമ്മീഷനും ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്ത പാർട്ടി ഡീരജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അത് ജുഡീഷ്യൽ പ്രൊസീജിയർ പോകേണ്ടി വരും. അതിന് ആദ്യം മൂവ് ചെയ്യേണ്ടത് MHA ആണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് മൂവ് ചെയ്യേണ്ടത്. MHA SDP-യെ കുറിച്ച് എന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ ഇലക്ഷൻ കമ്മീഷൻ? യുവരാജ് ഗോകുൽ, MHA ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കേണ്ടതുപോലെ അറിയിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SDP-യുടെ SDP നേതാക്കളോട് വളരെ വ്യക്തമായിട്ട് അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിനകത്ത് PFI-യുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരെ തൽക്കാലത്തേക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ ഒരു അവർ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെന്ന് കരുതി എന്ത് തീവ്രവാദ പ്രവർത്തനവും സെപ്പറേറ്റിസ്റ്റും ഇപ്പം അവർ തമിഴ്നാട്ടിൽ മത്സരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു സെപ്പറേറ്റ് തീവ്രവാദി ജയിച്ച ലോക്സഭയിലേക്ക് വരും. പോപ്പുലർ ഫ്രണ്ടിന്റെ ഔട്ട്ഫിറ്റുകൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാവർക്കും എതിരായിട്ട് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അവർ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെടുന്ന ആക്ടിവിറ്റികളിൽ ഒന്നിലും തന്നെ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷമുള്ള അവരുടെ ഡെവലപ്മെന്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതേ വാക്കുകൊണ്ട് തീവ്രവാദികളെ വിളിക്കുകയും ചെയ്യണം. ബന്ധമില്ല എന്നല്ല പറഞ്ഞത്, PFI-യുടെ ഔട്ട്ഫിറ്റ് തന്നെയാണ് SDP എന്നുള്ളത്. പക്ഷേ PFI നിരോധനത്തിന് ശേഷം അവർ വളരെ മറ്റൊരു തലത്തിലാണ് അവർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ തീവ്രവാദ സ്വഭാവം പോയി അവർ തീവ്രവാദികളല്ല എന്നല്ല പറഞ്ഞത്. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ നേതാവ് PFI-യുടെ വേദിയിൽ പോയി അവർക്ക് 100% പിന്തുണ പ്രഖ്യാപിച്ചു. നിങ്ങളാണ് യഥാർത്ഥ രാജ്യസ്നേഹികളെന്ന് പ്രഖ്യാപിച്ച നേതാവുണ്ട്. ആ നേതാവ് ഒരു PC ജോർജാണ്. PC ജോർജ് ഇപ്പോൾ BJP-കാരനാണ്. ഇവരെ പറഞ്ഞോളൂ മറുപടി. അല്ല, PC ജോർജിന്റെ മറുപടി കഴിഞ്ഞ ദിവസം കറക്റ്റായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് കാശ്മീർ. അദ്ദേഹം തന്നെ അതിനകത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഞാൻ പോയത് ഒളിഞ്ഞോ തെളിഞ്ഞോ ഒന്നും അല്ല പോയത്. ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ പോലെ അടികൂടി പിന്തുണ വാങ്ങിക്കാനോ CPM-നെ പോലെ കഴിഞ്ഞ തവണ നിയമമണ്ഡലത്തിൽ അടികൂടി പിന്തുണ വാങ്ങിക്കാനോ അതുപോലെ അടികൂടി ഒന്നും പിന്തുണ വാങ്ങിക്കാനല്ല പോയത്. ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിച്ച സമയത്ത് അവർ പിന്തുണ തരാൻ വേണ്ടിയിട്ട് വന്നു. ഞാൻ അവരുടെ പിന്തുണ നെഞ്ചു വിരിച്ചു നിന്ന് അവരുടെ കൊടി എടുത്തു പിടിച്ച് സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ അതിനുശേഷമാണ് അവരുടെ യഥാർത്ഥ
സ്വഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാൻ അവരെ തള്ളി പറഞ്ഞു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് തുറന്നു പറഞ്ഞ് തന്നെയാണ് സ്വതന്ത്രനായിട്ട് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ കഴിഞ്ഞ തവണ അവരുടെ പിന്തുണയോടുകൂടി മത്സരിക്കാമായിരുന്നു. ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് വലിയ വോട്ട് കിട്ടിയതായിരുന്നു. അദ്ദേഹം വളരെ ഈസി ആയിട്ട് വീണ്ടും നിയമസഭയിലേക്ക് ജയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ തവണ എന്താണ് നിലപാട് സ്വീകരിച്ചതെന്നുള്ള കാര്യം നമ്മൾ കണ്ടാണ്. അപ്പൊ അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ വീണ്ടും നമ്മുടെ വിഷയം അതല്ല. അത് ജോർജിന്റെ അവർ SDP പിന്തുണ വാങ്ങാത്തത് ജോർജിന്റെ എന്തെങ്കിലും ഔദാര്യം കൊണ്ടല്ല. സാഹചര്യം എങ്ങനെ ഉണ്ടായത്? SDP അദ്ദേഹത്തെ തള്ളി പറയുന്ന സാഹചര്യം എന്താണ് ഉണ്ടായത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. അദ്ദേഹം ഈ പറയുന്ന തീവ്ര ഇസ്ലാമികതയ്ക്കെതിരെ നിലപാടെടുത്തത് കൊണ്ടാണ് SDP അദ്ദേഹത്തെ തള്ളി പറയുന്ന സാഹചര്യം ഉണ്ടായത്. അല്ലാണ്ട് മറ്റൊരു സാഹചര്യത്തിലല്ലോ SDP തള്ളി പറയുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അന്ന് അദ്ദേഹത്തിന് ആ പ്രസ്തുത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന കാഴ്ചപ്പാട് പിന്നീട് ആ വിഷയത്തിലെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചിട്ട് കുറച്ചുകൂടി ബോധ്യം വരുന്ന സമയത്ത് മാറിയിട്ടുണ്ടാകും. പോപ്പുലർ ഫ്രണ്ടുകാരുമായിട്ട് SDP-കാരുമായിട്ട് കൂടുതൽ അടുത്തിടപഴകിയപ്പോഴായിരിക്കും അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള റിയാലിറ്റി എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് കൂടുതലായിട്ട് ബോധ്യമായിട്ടുണ്ടാവുക. അദ്ദേഹത്തിന് ബോധ്യം വന്ന സമയത്ത് അദ്ദേഹം നിലപാട് മാറ്റി. കഴിഞ്ഞ നിങ്ങളുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തന്നെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പച്ചയ്ക്ക് അവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒന്നും വോട്ട് എനിക്ക് വേണ്ട പോടാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്ന വീഡിയോസ് നമ്മൾ കണ്ടതാണ്. അപ്പൊ അദ്ദേഹം ആ നിലപാട് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അപ്പൊ 2016 2021 കഴിഞ്ഞപ്പോൾ നമ്മൾ 2024 നിൽക്കുന്നത്. 8 വർഷമായില്ലേ? 8 വർഷത്തിനിടയിൽ പല വിഷയങ്ങളും ഉണ്ടായിട്ടില്ലേ? പമ്പയിൽ ഒരുപാട് വെള്ളം ഒഴുകി പോയില്ലേ? അദ്ദേഹത്തിന്റെ നിലനിലെ ഹാഷ്മി ഞങ്ങൾ പറഞ്ഞത് ഹാഷ്മി ഒരാൾക്ക് രാഷ്ട്രീയമായിട്ട് കാഴ്ചപ്പാടുകൾ മാറുവാനും അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ട് ബോധ്യം വരാനും വേണ്ടിയിട്ട് 8 വർഷം എന്നൊക്കെ പറയുന്നത് വലിയൊരു കാലയളവാണെന്നേ. വലിയൊരു കാലയളവാണ് 8 വർഷം എന്ന് പറയുന്നത്. ആ 8 വർഷത്തിനിടയിൽ കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചു? കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി രാഷ്ട്രീയമായിട്ട്? ആ രാഷ്ട്രീയമായ മാറ്റങ്ങൾക്കൊപ്പം അദ്ദേഹത്തിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ചിന്താഗതികൾക്ക്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക്, അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻഫർമേഷന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് PC ജോർജ് നിലപാട് മാറ്റിയെടുത്തു. അതിനിപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ശരിയായ വഴിയിലേക്ക് വരുന്നതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്?